ഞാൻ ഈ സമയത്ത് ഉറപ്പിച്ച് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ലെന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ധാരാളം രേഖപ്പെടുത്തിയ, അതനുസരിച്ച് നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ആലിമീങ്ങൾ എന്താണോ പറയുന്നത് അതിനപ്പുറം ഒരു വാദം ഈ പാവപ്പെട്ട എനിക്കില്ല. ഉണ്ടെന്നെ കുറിച്ച് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പടച്ചവന്റെ കോടതിയിൽ നമുക്ക് ബാക്കി പറയാം. പണ്ട് പേരോട് പറഞ്ഞതും ഇപ്പോൾ പേരോട് എത്തി നിൽക്കുന്ന ആശയവും റസൂലുള്ളാഹിനെ നിന്ദിക്കുകയാണ്. ഹബീബരായ തങ്ങളെ ഓരോ ഘട്ടങ്ങൾ അവസാനിക്കല്ലോ. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കാണ്. വന്യരായ ശൈഖുന അല്ലാഹു ആ പരിശുദ്ധമായ ഖദമിന് തഹ്തിൽ നമുക്കൊക്കെ ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഞമ്മക്ക് റബ്ബ് ചെയ്ത നിഅമത്ത് എത്രയാ മുത്തു മുഅ്മിനീങ്ങളെ. നമ്മുടെ അഹ്ല് മനസ്സിലാക്കണം. 2013 നവംബർ മാസം 28-ാം തീയതി പേരോട് നാദാപുരത്ത് വെച്ച് ഈ റസൂലുള്ളാഹിക്ക് നയലുണ്ട് എന്നുള്ള വാദം വാദിച്ചപ്പോ അതിന്റെ ക്ലിപ്പ് കൊണ്ടുവന്നിട്ട് ശൈഖുനാനെ കേൾപ്പിച്ചപ്പോ അന്ന് ശൈഖുന പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ ഞങ്ങള്? നമ്മൾ പല പ്രസംഗത്തിലും പറഞ്ഞതാ, ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടാനില്ല, ഇതിനേക്കാളും പച്ചയായി അയാളുടെ നാവിലൂടെ വഹാബീസം പുറത്തു ചാടാനിരിക്കുന്നേ ഉള്ളൂ. വന്യരായ ശൈഖുന അങ്ങാ പറഞ്ഞ വാക്ക് ഇതെവിടെ ചെന്നിട്ടാണ് ഇയാളുടെ ഈ വഹാബിവാദം അവസാനിക്കുക? ഈ ഉമ്മത്തിനെ എങ്ങോട്ടാ ഇയാൾ കൊണ്ടുപോകുന്നത്? നശിപ്പിക്കുകയല്ലേ? എത്ര ചെറുപ്പക്കാരാണ് അതിൽ കുടുങ്ങിപ്പോകുന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂര്യന്റെയോ ചന്ദ്രന്റെയോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും വിളക്കിന്റെയോ ലൈറ്റിന്റെയോ സമീപത്തുകൂടി നടന്നു പോകുമ്പോ, നമ്മളൊക്കെ നടന്നു പോകുമ്പോൾ അതിന്റെ മറുവശത്തൊരു ഇരുട്ടുണ്ടാകും, അതിന് നിഴലെന്ന് പറയുമല്ലോ. ആ ഒരു നിഴല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നിഴല് റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ സമയത്ത് ഉറപ്പിച്ച് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ലെന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ധാരാളം രേഖപ്പെടുത്തിയ, അതനുസരിച്ച് നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ആലിമീങ്ങൾ എന്താണോ പറയുന്നത് അതിനപ്പുറം ഒരു വാദം ഈ പാവപ്പെട്ട എനിക്കില്ല. ഉണ്ടെന്നെ കുറിച്ച് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പടച്ചവന്റെ കോടതിയിൽ നമുക്ക് ബാക്കി പറയാം. ഷെയർ മുബാറക്കിൽ അത്തരം വിളിച്ചു കൊടുത്തു. അപ്പൊ അത്തറിന്റെ അതിന്റെ മേലിൽ അദ്ദേഹം അതൊരു ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു. അപ്പൊ ഇങ്ങനെ നേല് കാണുന്നു. അദ്ദേഹം ചോദിച്ചു, നേലില്ലേ? ഉണ്ട്. അത് അത്ര ഒഴിച്ചപ്പോ അത്ര വന്നവരുണ്ട്. സമയത്ത് നേര് ഒരു മുഅ്ജിസത്താണ്. അതിനിപ്പോ ഉണ്ടായി എന്ന് തോന്നിയാൽ തന്നെ അത് ഷെയർ മുബാറക്കല്ല എന്ന് പറയാനുള്ള തെളിവല്ല. പഠിച്ചു വെച്ചോ, മുഅ്ജിസത്ത് ഒരേ സമയത്ത് എല്ലാ സ്ഥലത്തും ഉണ്ടാകണമെന്നില്ല മോനെ. അത് മുഅ്ജിസത്തിനെ കുറിച്ച് കുട്ടി പഠിക്കാത്തത് കൊണ്ടുള്ള അബദ്ധമാണ്. നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ആദ്യം കണ്ടു എന്നല്ല, ഷെയർ മുബാറക്കിന് കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ നല്ലൽക്ക് കേൾക്കി. അതിൽ പറയുന്ന എന്താ, അത്തർ ഒഴിച്ചു. അത്തർ പറഞ്ഞാൽ നല്ല കട്ടിയുള്ള അത്തർ, 1, 2, 3, 4 എന്നല്ല, ഒരുപാട് ഒഴിച്ചപ്പോൾ നല്ല കട്ടിയുള്ള ആ അത്തറിന്റെ നേല് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂര്യന്റെയോ ചന്ദ്രന്റെയോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും വിളക്കിന്റെയോ ലൈറ്റിന്റെയോ സമീപത്തുകൂടി നടന്നു പോകുമ്പോ, നമ്മളൊക്കെ നടന്നു പോകുമ്പോൾ അതിന്റെ മറുവശത്തൊരു ഇരുട്ടുണ്ടാകും, അതിന് നിഴലെന്ന് പറയുമല്ലോ. ആ ഒരു നിഴല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നിഴല് റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നില്ല.